അപ്പോൾ നമ്മുടെ കഥാനായകൻ മഹാനായ യോദ്ധാവ് അർജുനൻ തൻ്റെ സാരഥിയായ സാക്ഷാൽ കൃഷ്ണനോട് വളരെ സിമ്പിളായി തോന്നുന്ന ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, ഒരു ടാക്ടിക്കൽ മൂവ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എതിരാളികൾ ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ടൊന്ന് കാണണം, അത്രമാത്രം. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും സാധാരണമായ ഒരു ആവശ്യം അതാണോ ഗീതയിലെ ഏറ്റവും വലിയൊരു മാനസിക സംഘർഷത്തിന്, ഒരു സൈക്കോളജിക്കൽ ഡ്രാമയ്ക്ക് തിരികൊളുത്തുന്നത്? അതെ, കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഈ അഭ്യർത്ഥന ഒരു വലിയ തകർച്ചയുടെ തുടക്കമായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ രഥം മുന്നോട്ടു പോകുമ്പോഴാണ് അർജുനന് തോന്നുന്നത് താൻ എന്തിനാ ഇത് ചോദിച്ചതെന്ന് കൃഷ്ണനോടൊന്ന് വ്യക്തമാക്കണമെന്ന്. തൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ദാ ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ ക്ലൂ കിട്ടുന്നത്. അർജുനന്റെ ലക്ഷ്യം ശത്രുക്കളെ ഒന്ന് സ്കാൻ ചെയ്യുക എന്നത് മാത്രമല്ല, അതൊരു ആഴത്തിലുള്ള ബോധപൂർവമായൊരു കാണലാണ്. കണ്ണുകൊണ്ട് വെറുതെ നോക്കുന്നതിനപ്പുറം ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന ഒരു ദർശനം. അപ്പോൾ അർജുനന്റെ മനസ്സ് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ താക്കോല് കിടക്കുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന ചില സംസ്കൃത വാക്കുകളിലാണ്. വെറും വാക്കുകളല്ല, ഓരോന്നിനും അദ്ദേഹത്തിൻ്റെ അന്നത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലെ ആദ്യത്തെ താക്കോലാണ് നിരീക്ഷ എന്ന വാക്ക്. ഇതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ നോക്കുക എന്നല്ല, ശരിക്കും ശ്രദ്ധിച്ച് ധ്യാനിക്കുന്നത് പോലെ കാണുക. ഉള്ളിലേക്കിറങ്ങി ചെല്ലുന്ന ഒരു നോട്ടം, ഒരു വലിയ സത്യം കാണാൻ പോവുകയാണെന്ന് ഒരു തയ്യാറെടുപ്പ് അതിലുണ്ട്. യാവത്ത് എന്നാണ് അടുത്ത വാക്ക്. അതിൻ്റെ അർത്ഥം അതുവരെ എന്നാണ്. അതായത് ഇതൊരു താൽക്കാലിക സംഭവമാണ്. ഈ കാണൽ കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാവും, ഞാൻ യുദ്ധത്തിന് റെഡിയാവുമെന്നാണ് പാവം അർജുനൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്നറിയോ? ഈ കാണലാണ് അദ്ദേഹത്തെ യുദ്ധം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇനി യോദ്ധവ്യം, യുദ്ധം ചെയ്യപ്പെടേണ്ടത് എന്ന് വെച്ചാൽ അതൊരു കടമയാണ്, ഒരു ബാധ്യതയാണ്. അതിലൊരു ചോദ്യവുമില്ല. യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നല്ല അർജുനന്റെ സംശയം, മറിച്ച് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ്. ആ കടമയുടെ ഭാഷയിൽ അദ്ദേഹം അങ്ങോട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. താൻ കാണാൻ പോകുന്ന കാഴ്ച ആ കടമയുടെ അടിത്തറ തന്നെ ഇളക്കുമെന്ന് അദ്ദേഹം അറിയുന്നതേയില്ല. അപ്പോൾ നമ്മൾ വാക്കുകളൊക്കെ നോക്കി. ഇനി നമുക്ക് ആ വാക്കുകൾക്ക് പിന്നിലുള്ള അദ്ദേഹം പുറത്തു പറയാത്ത ആ മാനസിക സംഘർഷത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈ ഒരു താരതമ്യം ഒന്ന് നോക്കൂ. പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്താണ്? ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? വളരെ പ്രൊഫഷണലായ ഒരു യോദ്ധാവിൻ്റെ ചോദ്യം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ചോദ്യം? എൻ്റെ സ്വന്തം കുടുംബത്തെ, എൻ്റെ ഗുരുക്കന്മാരെ കൊല്ലാൻ പോകുന്ന ഞാൻ ആരാണ്? ആ രണ്ട് ചോദ്യങ്ങളും തമ്മിലുള്ള ഭയങ്കരമായ ഒരു അകലം കണ്ടില്ലേ? അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് പറയാതിരുന്നത്? എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞില്ല, എന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന് പറഞ്ഞില്ല, കൃഷ്ണ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുമെന്നും ചോദിച്ചുമില്ല. പുറമേക്ക് എല്ലാം തികഞ്ഞ, കടമ നിർവഹിക്കാൻ വന്ന ഒരു യോദ്ധാവ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് സംഭവിക്കാൻ പോകുന്ന ആ തകർച്ചയ്ക്ക് ആഴം കൂടും. ശരി, ഇനി ആ ക്ലൈമാക്സ് നിമിഷത്തിലേക്ക് വരാം. എതിർവശത്ത് നിൽക്കുന്ന സ്വന്തം ആളുകളുടെ മുഖം കാണുന്നതിന് തൊട്ടുമുമ്പുള്ള ആ നിമിഷം. ഇവിടെ കഥയുടെ ടെൻഷൻ കൂടുകയാണ്. ഒരു സിനിമയിലെന്ന പോലെ ആ രംഗമൊന്ന് സങ്കല്പിക്കൂ. രഥം പതിയെ മുന്നോട്ട് നീങ്ങുന്നു, ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ ഒരു നിമിഷം കൃഷ്ണന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. എന്നിട്ടും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ആ നിശബ്ദതയ്ക്ക് ചിലപ്പോൾ വാക്കുകളേക്കാൾ ശക്തിയുണ്ട്. കാരണം ആ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാൽ മാത്രമേ അർജുനന് പുതിയൊരു ജ്ഞാനം ലഭിക്കൂ എന്ന് കൃഷ്ണന് അറിയാമായിരുന്നു. അങ്ങനെ ആ മുഖങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങി. ഭീഷ്മർ, ദ്രോണർ, തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം. അർജുനൻ വിചാരിച്ചത് ഈ കാഴ്ച യുദ്ധം ചെയ്യാൻ തന്നെ തയ്യാറാക്കുമെന്നല്ലേ? പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണെങ്കിലോ? ഈ കാഴ്ച അദ്ദേഹത്തെ ഒരു തകർച്ചയിലേക്കാണ് തയ്യാറാക്കിയതെങ്കിലോ? ഈ ചോദ്യമാണ് നമ്മെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് കുരുക്ഷേത്രത്തിലെ ഈ ഒരു നിമിഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും നമുക്കെല്ലാവർക്കും പ്രസക്തമായ ഒന്നായി മാറുന്നത്? കാരണം ഇത് കഠിനമായ സത്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സാർവത്രികമായ കഥയാണ്. അപ്പോൾ ഈ കാണലിൻ്റെ പാതയ്ക്ക് ഒരു 4 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറയാം. 1, അഭ്യർത്ഥന, അതായത് ഒരു സത്യത്തെ നേരിടാനുള്ള നമ്മുടെ തീരുമാനം. 2, കാഴ്ച, ആ യാഥാർത്ഥ്യത്തെ നേരിട്ട് കാണുന്ന, ചിലപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന അനുഭവം. 3, തകർച്ച, നമ്മുടെ പഴയ വിശ്വാസങ്ങളെല്ലാം തകർന്നു പോകുന്ന നിമിഷം. പക്ഷേ അവിടെ തീരുന്നില്ല. 4ാമത്തെ സ്റ്റെപ്പാണ് പ്രധാനം, ജ്ഞാനം. ആ തകർച്ചയിൽ നിന്നാണ് പുതിയൊരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ള സാധ്യത തുറക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭഗവത്ഗീത മുഴുവൻ ജനിക്കുന്നത് ഈ ഒരൊറ്റ നിമിഷത്തിൽ നിന്നാണ്. വലിയ തത്വചിന്തകളുടെ ഒരു പുസ്തകമായിട്ടല്ല ഗീത തുടങ്ങുന്നത്, മറിച്ച് എല്ലാം തകർന്നു പോയ ഒരു മനുഷ്യന്റെ ഒരു സത്യം നേരിൽ കണ്ടതിൻ്റെ പ്രതിസന്ധിയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങളോടുള്ള ഒരു ചോദ്യമായി ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
നമ്മൾ കാണാൻ മടിക്കുന്ന, അഭിമുഖീകരിക്കാൻ പേടിക്കുന്ന ചില സത്യങ്ങളുണ്ടാകില്ലേ? അങ്ങനെയുള്ള ഒരു സത്യത്തെ, ഒരു യാഥാർത്ഥ്യത്തെ നേർക്ക് നേർ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനായിരിക്കും ജന്മം നൽകുക? ഒരു തകർച്ചയ്ക്കോ അതോ പുതിയൊരു തിരിച്ചറിവിനോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.